ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. പവൻ വധയാർ സംവിധാനം ചെയ്ത് ഡോക്ടർ ശിവരാജകുമാർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ കന്നഡ ചലച്ചിത്രമാണ് ബെയിൽ. അജനീഷ് ബി ലോക്നാഥാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. കെവിൻ പ്രൊഡക്ഷൻസ്, ജനനായകന്റെ അവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ബാ, ഇംഗ്ലീഷ് ബ്രൈറ്റ്നസ് കേട്ടാ കൊള്ളാം കേട്ടാ. അത് മഴ ആനിമേഷന് അല്ല അല്ല. ഓ, കറണ്ട് ഒക്കെ പോയിട്ടുണ്ട്. ശിവരാജ് കുമാർ, റോബർട്ട് വിളിക്കുന്നുണ്ട്. ഓ, ഈ വയസ്സിലും ആ ഒരു കറേജ് നെവർ റൺസ് ഡ്രൈ എന്നാണ് പറയുന്നത്. ധൈര്യമായിട്ടിരിക്കണം. ഈ വയസ്സിലും ഇപ്പോഴും മെയിൻ സ്ട്രീമിൽ പടങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രധാന വേഷത്തിൽ നായകനായിട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പോഴും ഹിറ്റുകൾ നൽകുന്നുണ്ട്. ഇപ്പോഴും വലിയൊരു ഫാൻ ബേസ് ഉണ്ട്, അതും ലോയൽ ഫാൻ ബേസ്. ഇപ്പോഴാ ഇൻഡസ്ട്രിയിലെ പിടിച്ചുലയ്ക്കുന്ന സിനിമകൾ ചെയ്യുന്നുണ്ട്. ആൻഡ് കെവിൻ പ്രൊഡക്ഷൻസ് കൂടുതലും ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവിടെയാണ് സെറ്റിലും കാര്യങ്ങളെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അവർ കൂടുതൽ ഈ കന്നഡ പടം കുറേ ഉണ്ട്. ഇപ്പൊ തന്നെ ഈ അർജുൻ സാർജയുടെ ഒരു പടം, അർജുൻ സാർജ അല്ലല്ലോ, അർജുൻ സാർജയുടെ മരുമകന്റെ പടം ധ്രുവ് സാർജ, എങ്ങനെ കേഡ് ചെയ്ത ഡബിൾ എന്ന്, അത് അവിടെ ഒരു എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇതുവരെ റിലീസ് ആയിട്ടില്ല കേരളത്തിൽ. പക്ഷെ ഇത് ഒരു നോർമൽ ടീസറാണ്. കണ്ടിട്ട് അജനീഷ് ലോക്നാഥ് മ്യൂസിക്, വെങ്കട് കെ നാരായണൻ ഇൻസ്പയർഡ്. വീഡിയോ ഒക്കെ കൊള്ളാം കേട്ടാ, സിനിമാറ്റോഗ്രാഫി ഒക്കെ. സൂപ്പർ. ബെയിൽ എന്നാണ്, ബെയിൽ ഇൻ സിനിമാസ് ദിസ് വരമഹാലക്ഷ്മി. വരമഹാലക്ഷ്മി എന്താണ് വരമഹാലക്ഷ്മി? ചിലപ്പോ ഈ പൊങ്കല്, സംക്രാന്തി അതുപോലത്തെ ഏതെങ്കിലും അവിടെ ഉള്ള ഒരു ഫെസ്റ്റിവൽ ആയിരിക്കണം വരമഹാലക്ഷ്മി എന്ന് പറയുന്നത്. അന്നാണ് റിലീസ് എന്നാണ് പറയുന്നത്. എന്നാണെന്ന് എനിക്കറിയില്ല കറക്റ്റ് ഡേറ്റ് എന്നാണെന്ന്. ബിറ്റ്വീൻ ബെയിൽ ഒഫീഷ്യൽ ടീസർ ഒരു നോർമൽ ടീസർ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കൊള്ളാം. കാരണം അതിൻ്റെ ആ തുടക്കത്തിൽ നിന്ന് അവസാനം വരെ ആ മഴ പെയ്യിപ്പിച്ചാണ്, ഫുൾ ടൈം മഴ കൊണ്ട് അത് കാണിക്കുന്ന രീതികളും ആ ഒരു സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒരു കാണാനും കൊള്ളാം, ഒരു ക്വാളിറ്റിയും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ തുടക്കം തന്നെ പറയുന്ന ഇൻക്രീസ് ദ സ്ക്രീൻസ് ബ്രൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ ശിവരാജണ്ണ അത്രമാത്രം ഓറയിലാണ് നിൽക്കുന്നത് പുള്ളിക്കാരൻ്റെ. പിന്നെ നിങ്ങൾ ജയിലറിൽ കണ്ടപ്പോൾ തന്നെ ആരെങ്കിലും വിചാരിച്ച പുള്ളി കന്നഡയിലൊക്കെ മാസ് കാണിക്കാൻ പറ്റൂടെ, നമുക്കൊന്നും ഇവിടെ ഒന്നും മാസ് കാണിച്ച് നമുക്ക് ഓറ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. പുള്ളി ജയിലറിൽ ആ ടിഷ്യൂ കൊണ്ടുവന്നപ്പോൾ എന്തുമാത്രം കയ്യടികളും ആർപ്പുവിളികളൊക്കെ ആയിരുന്നു. അത് ഈവൻ ജയിലർ 2-ലും പുള്ളിയുണ്ട്. അപ്പം നല്ലൊരു കരിസ്മാറ്റിക് ഒരു ആക്ടറാണ്. അതായത് ഒരു മാസ് അപ്പീലൊക്കെ ഉള്ള, അത് ഒരുപാടൊന്നും അങ്ങനെ തെളിയിച്ച് കാണിക്കേണ്ട ആവശ്യവുമില്ല. പുള്ളി ഇങ്ങനെ ആ മുഖത്ത് തന്നെ, പുള്ളിയുടെ മുഖത്ത് തന്നെ അത് അറിയുന്നുമുണ്ട്. അങ്ങനെ ഇതിലും ബെയിൽ എനിക്കിതിനെ ഒരു അണ്ടർ കവർ ഏജന്റ് പോലത്തെ പരിപാടിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഒരാൾ വിളിച്ചിട്ട് പറയാന്ന്, നീ ചെയ്ത കാര്യം സ്റ്റേറ്റിൽ മാത്രമല്ല രാജ്യത്തെ തന്നെ കുലുക്കിയിട്ടുണ്ട്, നിനക്ക് പേടിയില്ല, എനിക്ക് നന്നായിട്ട് പേടിയാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, കറേജ് നെവർ റൺസ് ഡ്രൈ. എന്താ പറയുക, ഒരു ധൈര്യം അത് പോരും അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി ആ ഒരു മാസ് അപ്പീലൊക്കെ കാണിക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിലും ആ ഒരു ഷോട്ടും കൊള്ളാം. അതിനൊരു പട്ടിയുണ്ട്. ഇനി സിനിമയിൽ ഈ പട്ടി മരിക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്, പട്ടി ചാവുമോ എന്നുള്ളത്. കാരണം ഇതുപോലെ ഇമോഷണൽ സീൻസ് ഇങ്ങനെ ഏറ്റവും അടുത്ത ഒരാൾ അല്ലെങ്കിൽ പട്ടിയെ മൃഗത്തിനെ ഒക്കെ കൊല്ലുന്ന സിനിമയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലും കാണാൻ സാധ്യത കൂടുതലാണ്. ആൻഡ് കെവിൻ പ്രൊഡക്ഷൻസ്
ജനനായകന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെങ്കട് കെ നാരായണനാണ് പേര് പുള്ളിയുടെ. അപ്പോൾ ഇപ്പോൾ ജനനായകൻ ജൂൺ 2 ബർത്ത്ഡേ വീക്ക്, ദളപതി വിജയുടെ ബർത്ത്ഡേ വീക്കിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ എന്നാണ് പറയുന്നത്. കാരണം ഇതുവരെയും CBFC റിലീസ് കമ്മിറ്റിയിൽ നിന്ന് കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി എപ്പോൾ റിലീസാവുന്നുള്ള ഒഫീഷ്യൽ റിലീസും കാര്യങ്ങളും വന്നിട്ടുമില്ല. അപ്പോൾ അത് വരുമോ എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. ബട്ട് ഇത് ഒരു കന്നഡ ഒരു പടമാണ്, ബെയിൽ എന്ന് പറയുന്ന പടം. അജനീഷിന്റെ മ്യൂസിക്കും കൊള്ളായിരുന്നു. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു മഴ വരുന്ന ആ തുടക്കത്തിൽ ആ കാണിച്ച വിഷ്വൽസും കാര്യങ്ങളും സൂപ്പർ തന്നെയായിരുന്നു. ഒരു മാസ് അപ്പീലിൽ തന്നെയാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരു സിമ്പിൾ ടീസറാണ്, വലിയ ഒരു തള്ളിമറിക്കാനുള്ള ഒന്നുമില്ല. ഒരു സിമ്പിൾ ടീസർ അദ്ദേഹത്തിന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബട്ട് ആ ഒരു ഓറ കീപ്പ് ചെയ്യുന്നുണ്ട്, കാണാനും ആ ഒരു മാസ് അപ്പീലുണ്ട്. എനിക്കൊരു അണ്ടർ കവർ ഏജന്റ് പരിപാടി പോലത്തെ ഒരു പടമാവാനാണ് സാധ്യത കൂടുതൽ. കാരണം പേരും ബെയിൽ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ബെയിൽ എടുക്കുന്നതായിരിക്കും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസും പരിപാടികളായിരിക്കും. അല്ലെങ്കിൽ ബെയിലിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസും കാര്യങ്ങളും നടക്കുമെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ആൻഡ് ബിറ്റ്വീൻ ടീസർ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തോ. അപ്പോൾ ഹൈപ്പ് ചെയ്തോ. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു.